മൊത്ത വരുമാനത്തിലെ 10% വരുമാനം മദ്യത്തിൽ നിന്ന് ലഭിക്കുന്നതിനാലാണ് സർക്കാരുകൾ പൂർണ്ണ മദ്യനിരോധനത്തിന് മുതിരാത്തത്. ഗുജറാത്ത്, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂരിന്റെ ചില ഭാഗങ്ങൾ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലാണ് നിയമം കൊണ്ട് മദ്യം നിരോധിച്ചിരിക്കുന്നത്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ കള്ളവാറ്റ് വ്യാപകമാണെങ്കിലും ഗുജറാത്തിൽ മാത്രമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം വിജയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഗുജറാത്തിലെ മദ്യനിരോധനം സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും പുതുതലമുറയുടെ ക്ഷേമത്തിനും വഴിവച്ചതായി AICC ജനറൽ സെക്രട്ടറിയും ഗുജറാത്തിന്റെ മുൻ MP-യുമായ മധുസൂദൻ മിസ്ട്രി അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണം മദ്യനിരോധനമാണ്. State is not earning anything out of it. So the hard-earned income instead of going to family is not going to, it goes to the liquor shop. I think so because the Gujaratis have people, we people have money, no one can deny it. ഗുജറാത്തിൽ രാഷ്ട്രീയമായി ഭിന്നിപ്പുണ്ടെങ്കിലും ഉൾനാടൻ പ്രദേശങ്ങളിൽ കള്ളവാറ്റ് വിൽപ്പന നടക്കുന്നുണ്ടെങ്കിലും മദ്യനിരോധനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഗുജറാത്ത് സർക്കാരിന് കഴിഞ്ഞെന്ന് മിസ്ട്രി പറഞ്ഞു. ഗുജറാത്തിൽ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഒഴികെ എല്ലായിടത്തും മദ്യം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. പ്രത്യേക അനുമതിയോടെ കോൺഫറൻസുകളിലും വിദേശികൾക്ക് മദ്യം ഉപയോഗിക്കാമെങ്കിലും അനുമതി ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ സങ്കീർണമാണ്. ടൂറിസം വളരണമെങ്കിൽ മദ്യനിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട ചില സംഘടനകൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും ഗുജറാത്തികളുടെ പൊതുവികാരം മദ്യനിരോധനം നിലനിർത്തണമെന്ന് തന്നെയാണ്. TV ന്യൂസ്, ഡൽഹി.